ഇവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്ന റിപ്പോർട്ടുകളാണ്. കോൺഗ്രസ് ആണ്. പി കെ ശശി വിജയിക്കുമോ? ഒറ്റപ്പാലത്ത് നമ്മുടെ പി കെ ശശി ആയിരിക്കും. കാരണം ഇത് മാർക്സിന്റെ വരണം എന്നാണ്. മേജർ വിജയിക്കണം എന്നാണ് ആഗ്രഹം. ചേട്ടാ മേജർ രവി ജയിക്കും എന്നാണ് തോന്നുന്നത്. മേജർ രവി വിജയിക്കാൻ സാധ്യതയുണ്ടോ? BJP വിജയിക്കും. മേജർ രവിക്ക് അത്രയ്ക്ക് ഹോൾഡ് ഉണ്ടോ ഇവിടെ? മേജർ രവി വിജയിക്കുന്നതാണ് വിജയം. ഒറ്റപ്പാലത്ത് ഇത്തവണ ആര് വിജയിക്കും? NDA വിജയിക്കും. മേജർ രവി വിജയിക്കാനാണോ സാധ്യത? ഇനിയും പ്രേംകുമാർ വിജയിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. തീർച്ചയായിട്ടും LDF-നാണ് മുൻതൂക്കം. നമ്മുടെ നേഷൻ ഫെസ്റ്റിന്റെ ജനവിധി 2026 ഇപ്പോൾ ഒറ്റപ്പാലത്ത് എത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലത്തെ ചായക്കടകളിലൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. മേജർ രവി വിജയിക്കുമെന്ന് പറയുന്നവരുണ്ട് എന്നൊക്കെ നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഒറ്റപ്പാലത്ത് എത്തിയിരിക്കുന്നത്. ഇവിടെ LDF-ന് വേണ്ടി മത്സരിക്കുന്നത് പ്രേംകുമാറാണ്. അദ്ദേഹം ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നതാകട്ടെ പി കെ ശശിയാണ്. അദ്ദേഹം ഇടത് സഹയാത്രികനായിരുന്നു. ഇപ്പോൾ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. പിന്നെ നമുക്കൊരു സ്റ്റാർ കാൻഡിഡേറ്റ് ഉണ്ട്. അദ്ദേഹം മേജർ രവിയാണ്. മേജർ രവി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാൻഡിഡേറ്റ് ആണ്. ഇവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. എന്തു തന്നെയായാലും നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചറിയാം. ഒറ്റപ്പാലത്ത് ഇത്തവണ ആരായിരിക്കും വിജയിക്കുക? അയ്യോ അത് പറയാൻ പറ്റില്ല. എന്നാലും ആര് വിജയിക്കുമെന്നാ തോന്നുന്നത്? അരിവാള് ജയിക്കുന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ MLA വീണ്ടും വിജയിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ ചേട്ടാ, ഒറ്റപ്പാലത്ത് ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? അദ്ദേഹം തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്. ഇവിടുത്തെ വികസനങ്ങളെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ തുടരണമെന്നാണ് ആഗ്രഹം. യുവാക്കൾ കുറവാണോ ഒറ്റപ്പാലത്ത്? യുവാക്കളൊക്കെ ഇഷ്ടം പോലെ കാണുന്നില്ല. വെയിലായോണ്ട് ഇറങ്ങാത്തായിരിക്കും അല്ലേ? എല്ലാവർക്കും പണി ഇതൊക്കെ അല്ലേ, പണിക്ക് പോയിട്ടുണ്ടാവും. ശരിടാ. ഒറ്റപ്പാലത്ത് ആരാണ് വിജയിക്കാൻ പോകുന്നത്? ഒരുപാട് വെച്ചിട്ടിപ്പോ പ്രേംകുമാർ തന്നെയാണ്. കാരണം ഇവിടെ ഇപ്പൊ ഒരു ചെങ്കോട്ട തന്നെയാണ്. ആണോ? പ്രേംകുമാറാണ് ഇതാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു ഇതിലനുസരിച്ച് മേജർ രവിയും നല്ല ഒരു ഇതാണ്. കാരണം ആൾക്കൊരു എത്തിക്സ് ഉള്ള ഒരു ആർമിക്കാരനല്ല. അപ്പൊ അതിന്റെ ഒരു എത്തിക്സ് ഉണ്ടാവും. അത് ആള് വന്നതിന് അതിന്റെ ഒരു മാറ്റം എന്തായാലും കൊണ്ടുവരും. അതെ. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വികസന പരിപാടി എന്തായിരുന്നു ഇവിടുത്തെ? ഇവിടെ ഇപ്പോൾ വികസനം പറഞ്ഞ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ റെയിൽവേ ഒക്കെ ഇപ്പോൾ റെയിൽവേ കേന്ദ്രത്തിൻ്റെയാണ്. പക്ഷെ അത് നല്ല അടിപൊളിയാണ്. ഇപ്പോൾ റോഡായാലും ഇപ്പോൾ ഇതാ പുതിയ പാലം വരുന്നുണ്ട്. ഒക്കെ നല്ലത് തന്നെയാണ്. ആര് വന്നാലും നല്ലതായാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ചീത്ത അഭിപ്രായമാണ്. എന്താണ്? അങ്ങനെയാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്നാ പറ. കൊച്ചിന്ന് വന്ന് കാണാനായിട്ട് പറയൂ, ഇവിടെ ആരായിരിക്കും വിജയിക്കുക? എന്നാലും ഇങ്ങനെ വഴി പോകുന്ന ആൾക്കാർക്ക് വെറുതെ ഒക്കെ പറയുന്നുണ്ടാവില്ലേ? ആര് വിജയിക്കുന്ന തോന്നുന്നേ? കോൺഗ്രസ് ആയിരിക്കുമല്ലേ വിജയിക്കുന്നത്? പി കെ ശശി വിജയിക്കുമായിരിക്കുമല്ലേ? അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ ചേട്ടാ, ഇത്തവണ ഒറ്റപ്പാലത്ത് ആരായിരിക്കും വിജയിക്കുക? ഒറ്റപ്പാലത്ത് ഇപ്പോൾ ആരെ വിജയിക്കുക വെച്ചാൽ LDF-നാണ് മുൻതൂക്കം. വിജയിക്കുന്നത് ഇതൊരു ഇടത് കോട്ടയാണോ? ഇതൊരു ഇടത് കോട്ടയാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇടത് കോട്ടയാണ്. കോൺഗ്രസിന്റെ നല്ലൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു. കൈപ്പത്തിയിലല്ലാത്തത് കൊണ്ട്. അതെ, കൈപ്പത്തിയിൽ ചിഹ്നം ഒരു വലിയ വിഷയം. പിന്നെ ഇപ്പൊ ഇടതുപക്ഷത്ത് നിന്ന് വന്നൊരു വിവാദ നായകൻ, അങ്ങനെയൊക്കെ വരുമ്പോൾ കോൺഗ്രസിന്റെ നിഷ്പക്ഷമായ വോട്ടുകളുണ്ട്. പാർട്ടി വോട്ടുകൾ ചിലപ്പോൾ കിട്ടും. നിഷ്പക്ഷമായ വോട്ടുകൾ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ഒറ്റപ്പാലം മണ്ഡലത്തെ ആളല്ല. ഞാൻ ഷൊർണൂർ മണ്ഡലമാണ് എൻ്റെ ഇത്. പക്ഷെ അതിന് കേട്ടിടത്തോളം വികസനമൊന്നും കാര്യമില്ല. മൊത്തത്തിൽ സംസ്ഥാനത്തിൻ്റെ വികസനം മോശമാണ്, പ്രത്യേകിച്ച് ഒറ്റപ്പാലം മണ്ഡലത്തിൽ. പക്ഷെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി പ്രശ്നം വന്നുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ വയ്യ. അല്ലെങ്കിൽ UDF-ന് സാധ്യതയുള്ള സീറ്റായിരുന്നു ഒറ്റപ്പാലം. ഇടത് കോട്ടയാണെങ്കിൽ കൂടി ഇതിന് മുൻകാലങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന നിയോജകമണ്ഡലമാണത്. ശങ്കരനാരായണൻ, KR നാരായണനൊക്കെ മത്സരിച്ച് ജയിച്ച സീറ്റാണെങ്കിൽ. പക്ഷെ അപ്പം അതിന് ശേഷം ഇടത് കോട്ട വന്നു. പക്ഷേ ഈ പ്രാവശ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി ചിഹ്നം മാറുകൊണ്ട് ഇത് സംഭവിക്കുന്ന അറിയില്ല. ഇനി ബാക്കിയൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്. ഒറ്റപ്പാലത്ത് കോൺഗ്രസ് ആണ്. പി കെ ശശി വിജയിക്കുമോ? അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇവിടെ ഒരു വികസനവും ഇല്ല. നടന്നിട്ടില്ല. CPM വന്നതിന് ശേഷം ഒരു വികസനമില്ല.
കുറേ വർഷങ്ങളായി വികസന മുരടിപ്പുണ്ട് ഇവിടെ. BJP-യുടെ കാൻഡിഡേറ്റ് വിജയിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഒറ്റപ്പാലത്ത് ഇത്തവണ ആരാണ് വിജയിക്കുക? സോറി, രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും എനിക്കറിയില്ല. എന്നാ ഞാൻ ഒരു കടക്കഥ ചോദിക്കട്ടെ. എന്താ പറയുക, രാഷ്ട്രീയം എനിക്ക് അറിയാത്ത. ഞാൻ രാഷ്ട്രീയത്തിൽ ഒന്നാമത് രാഷ്ട്രീയം പ്രശ്നമില്ല. രാഷ്ട്രീയം വോട്ട് ചെയ്യത്തില്ലേ? അത് അപ്പോൾ ആർക്കെ പറ്റിച്ച് അവർക്ക് പോയി വോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓരോ നമ്മുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം അതെന്തായാലും നമ്മൾ വിനിയോഗിക്കും. പവൻ, ഓക്കെ, വോട്ടുണ്ടോ? എനിക്ക് ഇപ്പൊ 18 വോട്ടിന് ചേർന്നില്ല. ചേർന്നിട്ടില്ല. ചേർന്നായിരുന്നു എങ്കിൽ ഒറ്റപ്പാലത്ത് ആര് വിജയിക്കണമെന്നാണ് ആഗ്രഹം? ഇപ്പോ പറയുകയാണെങ്കിൽ ആ, അങ്ങനെ പൊളിറ്റിക്സിനെ കുറിച്ച് എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. എന്നാലും പറയുകയാണെങ്കിൽ ഐ വുഡ് സേ LDF മേ ബി ജസ്റ്റ് സേ മേ ബി ബിക്കോസ് എനിക്ക് എല്ലാ പാർട്ടിക്കാരും എന്നുള്ള രീതിയിലല്ല, അവിടെ നോക്കണ ആളാരാണോ അവരായിരിക്കും നല്ലത്, അത്രേ ഉള്ളൂ. അല്ലാതെ പാർട്ടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലണം അത്രല്ല. ഓക്കെ. LDF പ്രേംകുമാർ അദ്ദേഹം തന്നെ വിജയിക്കണം, യാതൊരു സംശയമില്ല. പാർട്ടിക്കാരനാണോ? പാർട്ടി ആയിരുന്നു, ഇപ്പോഴും അനുഭവം തന്നെയാണ്. പാർട്ടി മെമ്പർ ഒന്നല്ല. PK ശശി വിജയിക്കണമെന്നൊരു ചെറിയ ആഗ്രഹം എവിടെയോ ഇല്ലേ? ഇല്ല. വില പിടിക്കലല്ല, ജയിക്കില്ല തന്നെ. ആ, PK ശശി പാർട്ടി മാറിപ്പോയതിൽ വിഷമമുണ്ടോ? ഒരു വിഷമല്ല, സന്തോഷമുള്ളൂ പോയതില്. മേജർ രവി വിജയിക്കുമെന്ന് പറയുന്ന കുറേ പേര് ഞാൻ കണ്ടല്ലോ. വോട്ട് പിടിക്കും, പക്ഷെ സാധ്യത കമ്മിയാണ്. വിജയിക്കത്തൊന്നുമില്ല. ഇദ്ദേഹം തന്നെ തുടരാനാണ് സാധ്യത. കേരളത്തിൽ 3ാം തവണ വരും. ഒറ്റപ്പാലത്ത് പ്രേംകുമാർ ജയിക്കും, അത്രേ ഉള്ളൂ. ഉറപ്പ് നമുക്ക് ഉറപ്പില്ല. പക്ഷെ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? അങ്ങനെയല്ല, അതും നമുക്ക് നമ്മളെ കാര്യങ്ങൾ പറയാൻ പാടില്ലല്ലോ, ആര് ജയിക്കണമെന്നില്ല. അങ്ങനെയല്ല അതിന്റെ കണക്ക്. അങ്ങനെയും പറയാം, പക്ഷെ നമുക്ക് അഭിപ്രായം പറയാലോ. ഇതിലിപ്പോ ആരെങ്കിലും ഒരാൾ ജയിക്കും, അവരൊപ്പം നമ്മളുണ്ടാവും. ജയിച്ച പാർട്ടിന്റെ ഒപ്പം. ഓക്കെ. ആരാണ് ചേട്ടാ ഒറ്റപ്പാലത്ത് വിജയിക്കാൻ പോകുന്നത്? ആര് ജയിച്ചാലും നമുക്ക് ഒരു യാതൊരു കുഴപ്പമില്ല. നമ്മളങ്ങനൊന്നുമില്ല. നമ്മൾ ജയിച്ചാൽ നമുക്കുണ്ട്. ആരായാലും നല്ലൊരു ഭരണം വന്നാൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഭരണം നല്ലതായിരുന്നോ? ഇപ്പോഴത്തെ കുഴപ്പമില്ല, നല്ലതെന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. അങ്ങനെ പോകുന്നു. ഒറ്റപ്പാലത്ത് നമ്മുടെ PK ശശി ആയിരിക്കും. കാരണം ഇത് മാർക്സിന്റെ ഇടയിൽ നിന്ന് വന്ന വ്യക്തിയാണ്, നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ വ്യക്തിക്കും ഞങ്ങൾക്കും ഒക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വെച്ച ഫ്ലെക്സുകളും എല്ലാം കീറി പാലപ്പുറ ഏരിയയിലെല്ലാം സ്ക്വാഡുകൾ വന്നിട്ട് പാർട്ടിക്കാർ ഏത് പാർട്ടിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞാൻ പുറത്ത് പറയുന്നില്ല. ആ പാർട്ടിക്കാർ വന്ന് ഞങ്ങൾ വെച്ച കോൺഗ്രസിൻ്റെ മാത്രം തിരഞ്ഞ് കീറിക്കളയുകയാണ്. ഞങ്ങൾക്ക് അതൊരു വിഷമത്തിന് കാരണമായി. കാരണം ആ വ്യക്തി ജയിക്കും, ഇവിടെ PK ശശി ജയിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ആ ശശിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവർ കരുതി കൂട്ടി നിൽക്കുന്നത്. അത് എന്തായാലും ജനം അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞു, ഒരുവിധം എല്ലാവരും അറിഞ്ഞു. കാരണം ഈ ആ വ്യക്തിക്ക് വേണ്ടി വോട്ടിന് വേണ്ടി എല്ലാവരും ഇറങ്ങിത്തിരിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു പ്രത്യേക ഒരു സങ്കടമാണ്. നിങ്ങൾ അവർക്ക് ചെയ്യേണ്ട, അവരെവിടുന്ന് വന്നതാണ്, ഏത് വന്നതാന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതിൻ്റെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, നല്ലപോലെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ PK ശശി വിജയിച്ചിരിക്കും, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതാണ് സ്പിരിറ്റ്. ഇങ്ങോട്ട് വാ. ആരെയാ നമ്മൾ പേടിക്കുന്നത്? പറയൂ. എന്താ പറയുന്നത്, ചേച്ചി പറയുമ്പോ തന്നെ എനിക്കും പറയുള്ളൂ, നമുക്ക് ഒരു നല്ലൊരു ആൾക്കാരെ കിട്ടണം. പിൻവാതി നിയമം ഇല്ലാത്ത നല്ലമ്പോ നമ്മള് ചെയ്ത പണിക്ക് നമുക്ക്. എന്റെ അംഗനവാടിന്റെ കാര്യമായാലും ഞാൻ പണി ചെയ്ത് 2 കൊല്ലം പണി ചെയ്ത് എനിക്കൊന്നും ജോലി കിട്ടിയില്ല. അപ്പൊ പിൻവാതി നിയമനായിട്ട് കയറ്റി നമുക്കൊന്നും ശരിയായി. അതിലൊക്കെ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ഞാൻ കേസും കൊടുത്തു. അതേപോലെ കേസും കൊടുത്തപ്പോ അവർക്കൊക്കെ ഒരു ഇതായിട്ട് ഇപ്പൊ കേസിൽ കിടക്കപ്പാവും. അപ്പൊ PK ശശി വിജയിക്കും. PK ശശി വിജയിച്ചിരിക്കണം, ഞങ്ങൾക്ക് അതാണ് വേണ്ടിയത്. ഞാൻ നിന്നതാണ് സ്ഥാനാർത്ഥി, ഞാൻ നിന്നതാണ് പാലപ്പുറം ചക്കരക്കുണ്ടില്. ഞാൻ 16-ല്, ഈ കുട്ടി 17-ല്. പക്ഷെ ഞങ്ങള് പൊരുതി നോമിനേഷന്റെ തലേദിവസമാണ് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇതേപോലെ ഞങ്ങളുടെ ഫ്ലെക്സുകൾ കീറാനും ഒറ്റയാൻ പോരാട്ടം ഓടുമായിരുന്നു ഞങ്ങള്. പിന്നെ ഞങ്ങളുടെ കോൺഗ്രസിന്റെ കുറെ ആൾക്കാരുണ്ട്, അവര് ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് അതാണ് ഏറ്റവും ബലം. ഈ നാടിന് അത് ആവശ്യമാണ്, നാടിന് അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് ശശി വന്നിരിക്കണം, ഈ ജനങ്ങൾക്ക് വേണ്ടി വരണം, ജനങ്ങൾക്ക് വേണ്ടി വരണം. എല്ലാവരും ഒന്നായി കാണാനുള്ള ഒരു വ്യക്തി ആയിരിക്കണം ശശി, അത് മാത്രമേ ഉള്ളൂ. പ്രേംകുമാർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അഭിപ്രായം. ഇനി ഞങ്ങൾക്ക് PK ശശി വന്ന് ഈ ഒറ്റപ്പാലം ഏരിയയിലൊന്ന് നല്ലൊരു വൃത്തി വീറും സ്റ്റാൻഡും ജനങ്ങൾക്കൊരു പ്രത്യേക ഒരു കഴിവുള്ളൊരു വ്യക്തിയാന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പൊരുതി നേടണം, അതാണ് ആവശ്യം. വേണം. ചേട്ടാ, ഇത്തവണ ഒറ്റപ്പാലത്ത് ആരായിരിക്കും വിജയിക്കുന്നത്? പ്രേംകുമാർ വിജയിക്കും. വീണ്ടും പുള്ളി തന്നെ MLA ആവണം എന്നാണോ ആഗ്രഹം? തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് നല്ല പ്രവർത്തനം, ഈ ഏരിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
അത്ര അത് തന്നെയാണ് 100% ഇവിടെ ത്രികോണ മത്സരം നടക്കുമോ? എന്ത് കോണ മത്സരം നടന്നാലും അദ്ദേഹം ജയിക്കുള്ളൂ. കാരണം കോൺഗ്രസിന് അവർക്ക് ചിഹ്നമില്ല, റിബലാണ്. കഴിഞ്ഞ തവണ ഈ മറ്റേ LDF ആള് ഇപ്രാവശ്യം നമുക്ക് കോൺഗ്രസ് MLA ആയിരുന്നു ഇവിടെ. എവിടെ ആയിക്കോട്ടെ, കോൺഗ്രസിന് സ്ഥാനാർത്ഥിയാണ് വേണ്ടത്, CPM വന്ന സ്ഥാനാർത്ഥിയല്ല വേണ്ടത്. മേജർ രവി മത്സരിക്കുന്നുണ്ടല്ലോ. 100% തോറ്റു പോകും, തോൽക്കും. അതാണ് ഇവിടുത്തെ നല്ല അത്യാവശ്യം വോട്ട് കിട്ടും, അദ്ദേഹം തോൽക്കും. വോട്ട് സമാഹരിക്കാൻ കഴിയുമല്ലേ? കഴിയും. ചേട്ടാ ഒറ്റപ്പാലത്ത് രാഷ്ട്രീയ അഭിപ്രായം കാര്യമായിട്ട് എനിക്കറിയില്ല, പ്രവാസിയായിരുന്നു. ഇപ്പൊ ഇവിടെ കുറച്ചു കാലമായിട്ട് ഇപ്പൊ ഇവിടെ നിന്നിട്ടുള്ളൂ. എന്നാലും ആര് മാറ്റം വരുത്തണം. സ്ഥിരമായിട്ട് LDF അല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളത്, 2 തവണയായിട്ട് മത്സരിക്കണത്. ഒരു മാറ്റം വരണം. എവിടെയാണെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണ്. സ്ഥിരമായിട്ട് അവർക്ക് തന്നെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇതില്ലല്ലോ. ഒരു പുരോഗമനം വരണമെങ്കിൽ ഇനി മാറ്റം വരണം. അതാണ് അഭിപ്രായം. ഓക്കെ, പറയൂ. എൻ്റെ അഭിപ്രായത്തില് 2 ടീമിനും ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഇല്ല, ഭൂരിപക്ഷം കുറയും. പക്ഷെ ഭരണം വരിക ഇടതുപക്ഷത്തിനാണ്. ഇവിടെ ഒറ്റപ്പാലത്ത് എന്താണ് ഒറ്റപ്പാലത്തും ഇടതുപക്ഷത്തിനാണ്. പ്രേംകുമാർ വിജയിക്കും എന്നാണ് പറയുന്നത്. സാധ്യത കൂടുതൽ ഓക്കെ, എൻ്റെ അഭിപ്രായം. പക്ഷെ കേരളം ഭരിക്കുകയാണെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഇല്ല, ഭൂരിപക്ഷം കുറയും. ഓക്കെ. വലത്ത് ഇപ്പോൾ ആരെ വിജയിക്കുന്നത് വെച്ചാൽ നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. 3 പേരും കട്ടയാണ്. ത്രികോണ മത്സരമാണ്. നമുക്ക് തോന്നുന്നത് എന്നാലും നമുക്ക് പ്രേംകുമാർ വരുന്നാണ് തോന്നുന്നത്. വീണ്ടും അദ്ദേഹം MLA ആകും. ഇപ്പൊ തിരിച്ച് ഒരു മാറ്റം ഉണ്ടാകണം. കോൺഗ്രസ് കുറച്ച് നാളൊന്നും ഇരിക്കട്ടെ എന്നൊന്നും തോന്നില്ല. മാറ്റം വരണം. പക്ഷേ ഇവിടെ ഇപ്പോൾ LDF വരുന്ന ചാൻസ് LDF-നാണ് സാധ്യതയുള്ളത്. ചേട്ടൻ എന്ത് പറയുന്നു? എൻ്റെ അഭിപ്രായത്തിൽ NDA വരണം എന്നാണ്. മേജർ രവി ജയിക്കണം എന്നാണ് ആഗ്രഹം. മേജർ രവി അയാളൊരു കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. പിന്നെ അയാൾ ഈ ഭടന്മാർക്ക് നമ്മുടെ ഇന്ത്യ കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയാണ്. പിന്നെ അങ്ങോട്ട് ഒരുപാട് സ്നേഹസമ്പന്നരായ ആൾക്കാർ ഒറ്റപ്പാലം, അമ്പലപ്പാറ, മേരൂർ, കിഴിയൂർ, അങ്ങനെ ചെറുപ്പുളശ്ശേരി നിറയുണ്ട്. ശരിക്കും അങ്ങോട്ട് ശരിക്കും അവരെ വെച്ചിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ജയിക്കുന്നുള്ള അഭിപ്രായം എൻ്റെ. അഭിപ്രായം. ഓക്കെ, ചേട്ടാ എന്ത് പറയുന്നു? നല്ല അഭിപ്രായമാണ്. ത്രികോണ മത്സരമാണ്. എന്നാലും ആരായിരിക്കും ജയിക്കുക? അങ്ങനെ മുൻകൂട്ടി പോകാൻ പറയാൻ പറ്റില്ല. എന്നാലും 3 പേരും കട്ടക്കാണ്. ഇലക്ഷനിൽ ആരായിരിക്കും വിജയിക്കുക? എനിക്കതിനെ പറ്റി അറിയില്ല. എന്നാലും നമ്മൾ വോട്ട് ചെയ്ത ഒരാൾ ജയിക്കണം എന്നൊക്കെ ആഗ്രഹിക്കില്ലേ? അതാരാണ്? എന്ത് തോന്നുന്നു? എല്ലാവരുടെയും വർത്തമാനത്തിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാകുന്നത്? ഞാൻ പറഞ്ഞിട്ടെ, എനിക്കിപ്പോ 10-20 കൊല്ലം വോട്ടില്ല. ഇല്ലേ? അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വോട്ടുണ്ടോ? വോട്ടുണ്ട്, പക്ഷെ ഈ നമ്മുടെ യുവാക്കൾക്കല്ലേ അഭിപ്രായം ഉണ്ടാകേണ്ടത് രാഷ്ട്രീയത്തെ പറ്റി. ആര് വിജയിക്കുമെന്നാണ് തോന്നുന്നത്? അറിയില്ല, നോക്കാം. എന്നാലും ഞാനൊരാൾക്ക് വോട്ട് ചെയ്യും, അയാൾ ജയിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമില്ലേ? ആരാണത്? അത് പറയാൻ പറ്റില്ല, നോക്കാം. പറയാൻ പറ്റില്ലേ? മോശപ്പെട്ട ആളാണോ? അപ്പോ എങ്ങനെയാണെന്നറിയില്ല, നോക്കാം. ഇനി ആലോചിക്കാനുള്ളൂ. 2 ദിവസം കൂടെ ഉള്ളൂ ഇനി ആലോചിച്ച് തീരുമാനം എടുക്കാനിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആരായിരിക്കും ജയിക്കുന്നത്? വോട്ട് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാന്ന് പറയണ്ട. ആരായിരിക്കും ജയിക്കുന്നത്? തലവേദനയായി, ശല്യം. അങ്ങനെയൊന്നുമില്ല, നോക്കാം. ആരും നോക്കാം. റിസൾട്ട് വന്നിട്ടേ പറയാം. ഒറ്റപ്പാലത്ത് ഇത്തവണ ആര് വിജയിക്കും? NDA വിജയിക്കും. മേജർ രവിയെ പറ്റി അത്രയും വലിയ പ്രതീക്ഷകൾ വാനോളം. പ്രതീക്ഷകൾ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടിന്റെ നമ്മൾക്ക് മേജർ രവി ഉദ്ദേശിച്ചാണ് പറയുന്നത്. അയാൾ വരണം, നല്ലൊരു നേതാവാണ്. അല്ലാതെ പാർട്ടിയെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അയാൾ നല്ലൊരു മനുഷ്യനാണ്, രാജ്യത്തിന് വേണ്ടി സ്നേഹിച്ച് സേവ എടുത്ത ഒരാളാണ്. അയാൾ വരണം, അതാണ് ആഗ്രഹം. ഓക്കെ ചേട്ടാ, ഇത്തവണ ഒറ്റപ്പാലത്ത് ആര് വിജയിക്കും? മേജർ രവി വിജയിക്കാനാണോ സാധ്യത? ഇപ്പൊ സിറ്റിംഗ് MLA മാറ്റി നിർത്തി PK ശശിയെ മാറ്റി നിർത്തി. ഒന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ? എന്തൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി 4 വണ്ടി ഇപ്പം വന്ന ഇവിടെ ബ്ലോക്കാണ്. നമ്മുടെ ജീവിതകാലം മുഴുക്കുള്ള റോഡാണ്. ഇപ്പോഴും അതേ വരുന്നില്ലേ? ഇവിടെ മാറി എല്ലാ 2 ഗവൺമെന്റും ഭരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അവർ ഒന്നും ചെയ്യാൻ നോക്കുക, എന്തെങ്കിലും വികസനം ഉണ്ടാവുക നോക്കുക, അത് ഉദ്ദേശിച്ചിട്ടാണ്. അതാണ് ആഗ്രഹം. ഓക്കെ, എന്താണ്? ഒറ്റപ്പാലത്ത് PK ശശി ജയിക്കും. എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ MLA കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഒറ്റപ്പാലത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. ഒറ്റപ്പാലത്ത് ഈ കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ ഒരു പ്രസംഗം പോലും ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ഒറ്റപ്പാലത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒരു മാറ്റം വേണം. PK ശശി ജയിക്കണം.
ഓക്കെ ചേട്ടാ, മേജർ രവി മേജർ രവി ജയിക്കുമെന്നാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടാണ്? ഇപ്പൊ കുറേ പേര് പറയുന്നു ഒരു മാറ്റം വരണല്ലോ. ഇവര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരച്ചാൽ പോകത്തില്ല. ഒരു മാറ്റം വരണോ അതുകൊണ്ട്. അതുകൊണ്ട് ഇത്തവണ ചേട്ടനും വോട്ട് ചെയ്യാൻ പോകുന്നത് മേജർ രവിക്കാണല്ലേ? ഓക്കെ. ഇവിടെ ഒറ്റപ്പാലത്ത് പ്രേംകുമാറാണ്. ഇടതുപക്ഷത്തിന് ചാൻസ് ഉള്ളൂ. ഇടതുപക്ഷത്തിന് ചാൻസ് ഉള്ളൂ. പി കെ ശശി പാർട്ടി മാറിയതിൽ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? വിഷമമുണ്ടോ? പി കെ ശശി അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് അധികാരമോഹം കൊണ്ട് ചാടിപ്പോയതാണ് അയാൾ. അധികാരമോഹം അയാൾക്ക് ഉള്ളതുകൊണ്ട് അയാൾ ചാടിപ്പോയി എന്നുള്ള പറയാനുള്ളത്. പി കെ ശശി പാർട്ടിയിൽ നല്ലൊരു നേതാവായിരുന്നു. പാർട്ടി പറഞ്ഞിട്ട് കേൾക്കാതെ ഞങ്ങൾ ചാടിപ്പോണത് അത് അധികാരമോഹം കൊണ്ടാണ് ഇവര് ഇങ്ങോട്ട് ചാടുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷേ ഇത്തവണ മേജർ രവിക്ക് വലിയൊരു സാധ്യതയുണ്ട്. ചെറുതിനെ വോട്ട് പിടിക്കും, അത്രേ ഉള്ളൂ. നല്ലപോലെ. ഇവിടെ ഒരു ത്രികോണ പോരാണോ ഉള്ളത്? ത്രികോണ പോര് അല്ല. ഒറ്റപ്പാലത്ത് ആരാണ് വിജയിക്കാൻ പോകുന്നത്? പറയാൻ പറ്റില്ല. വലിയ പോരാട്ടമാണോ നടക്കാൻ പോകുന്നത്? തോന്നുന്നു, അറിയില്ല. അറിയില്ല. ഇത്തവണ ആരാണ് ഒറ്റപ്പാലത്ത് വിജയിക്കാൻ പോകുന്നത്? ഒറ്റപ്പാലത്ത് ഇപ്പൊ ശക്തമായ മത്സരമാണെങ്കിലും ആരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, ത്രികോണ പോരാട്ടമാണ്. അതെ. മേജർ രവി വിജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അതും സാധ്യതയുണ്ട്. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. പഴയ MLA എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. വികസനത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. മേജർ രവി ജയിക്കുന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അയാള് വന്ന വ്യക്തിനല്ല, രാജ്യത്തിന് വേണ്ടി ഒരു 40 വർഷമെങ്കിലും രാജ്യത്തിന് വേണ്ടി സേവിച്ചൊരു വ്യക്തിയാണ് അയാള്. ഇന്ത്യയെ പറ്റിയിട്ടും ലോകത്തെ പറ്റി അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകം ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, മേജർ രവി വിജയിക്കുമെന്നാണ് പറയുന്നത്. ഒറ്റപ്പാലത്ത് വിജയിക്കണം ഉദ്ദേശിക്കുന്നത് മേജർ രവി വിജയിക്കുന്നതാണ് വിചാരിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ്? വോട്ട് കൂടുതൽ കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെ. ഇപ്പോഴത്തെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വികസന പ്രവർത്തനം ഒറ്റപ്പാലം സാധാരണഗതിയിലൊന്നും വികസിച്ചിട്ടില്ല. ഉണ്ടോ? നിങ്ങൾക്കറിയാം. നിങ്ങളെവിടെ? ഞങ്ങളുടെ സ്ഥലം ആലുവയാണ്. ഒറ്റപ്പാലത്ത് എന്താണ് നടക്കുന്നത്? ഒറ്റപ്പാലത്ത് വികസനം ഉണ്ടോ? ആരാണ് വിജയിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താണ് ചേട്ടൻ പറയൂ? വികസനം ഇല്ല എന്നാണ്. ചുവപ്പായിരിക്കും ജയിക്കുക, അങ്ങനെയാണ് തോന്നുന്നത്. ഈ വണ്ടി കയറുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാ പറയുന്നത്. ഇപ്പോ രാഷ്ട്രീയം സംസാരിക്കാറുണ്ടോ ഓട്ടോയിൽ? ഇല്ല. ഒറ്റപ്പാലത്ത് ആരാണ് വിജയിക്കാൻ പോകുന്നത്? അതിപ്പോ ജനങ്ങൾ തന്നെ തീരുമാനിക്കും. ജനം എന്ന് പറഞ്ഞാ ആരാ? ചേട്ടനാ? പറയൂ. അതന്നെ, അതിപ്പോ തീരുമാനം ഇവിടെ ഇപ്പൊ പറഞ്ഞില്ലേ എല്ലാരും. ആരൊക്കെ എങ്ങനെ അങ്ങനെ പലരും പലതും പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഇപ്പൊ ഈ സർക്കാർ വന്നിട്ട് ആർക്കും എന്താ ദോഷം ഉണ്ടായിക്കണെന്ന് പറഞ്ഞുതരൂ. ദോഷം ഉണ്ടായിട്ടില്ല. എന്തുണ്ടായിക്കണം? എല്ലാവർക്കും കൊടുക്കന്നല്ലേ. 32 വയസ്സായ പെൺകുട്ടികൾക്ക് അടക്കം 1000 ഉറുപ്പില്ലേ. ഇതിലും മീതഞ്ഞ എന്താ മറ്റേ പെൻഷനായില്ലേ 2000 ഉറുപ്പ്യ. ഇതിലും മീതഞ്ഞ് ഏത് സർക്കാർ വന്നിട്ടാ കൊടുക്കുക? പുതിയ സർക്കാർ വന്ന എന്ത്? അപ്പൊ ഇനിയും പ്രേംകുമാർ വിജയിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്? പിന്നെ തീർച്ചയായിട്ടും. ഇവിടെ ആരാണ് വിജയിക്കാൻ സാധ്യത? കോൺഗ്രസ് വിജയിക്കും. പി കെ ശശി വിജയിക്കും എന്നാണ് തോന്നുന്നത്. വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ? 15-ാം തീയതി വോട്ട് ചെയ്യാൻ പോകും. ഉപ്പ് കൂട്ടി ഐസ് കൂട്ടി ഒരു ഉപ്പ് സോഡ അടിച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടാ ഒറ്റപ്പാലത്ത് ആരാണ് വിജയിക്കാൻ പോകുന്നത്? BJP വിജയിക്കും. മേജർ രവിക്ക് അത്രയ്ക്ക് ഹോൾഡ് ഉണ്ടോ ഇവിടെ? പ്രചാരണമൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടല്ലേ? ഇപ്പൊ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, ഇവിടത്തെ ഭരണം, അതിനെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ വികസനം ഒന്നും പോരല്ലേ, അതാണ് പറയാനുള്ളത്. ഓക്കെ, ഒറ്റപ്പാലത്തെ വിധി എന്തായിരിക്കും? മേജർ രവി വിജയിക്കുമെന്നും പി കെ ശശി വിജയിക്കുമെന്നും പ്രേംകുമാർ തുടരുമെന്നും പറയുന്ന ഒരുപാട് മനുഷ്യരെയാണ് ഒറ്റപ്പാലത്ത് നമ്മൾ കണ്ടുമുട്ടിയത്. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ നമുക്കിതെല്ലാം അറിയാൻ സാധിക്കും. വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്ത മാസത്തോടുകൂടി ഇനി ഇവിടുത്തെ MLA ആരായിരിക്കും? ഇപ്പോൾ ഇടതിനെയും വലതിനെയും ചുമന്നുമടുത്ത് BJPയിലേക്ക് ചേക്കേറുമ്പോൾ ഒറ്റപ്പാലം എന്ന ചോദ്യത്തിനും കൂടി ഉത്തരം അടുത്ത മാസം നമുക്കറിയാൻ സാധിക്കും. ഒറ്റപ്പാലത്ത് നിന്നും ക്യാമറാമാൻ ഫഹദിനൊപ്പം മേഘ ജസ്റ്റിൻ, നേഷൻ ഫസ്റ്റ്.